എന്താ ഉറങ്ങുന്നില്ലേ? നാണല്ലേ നിങ്ങക്ക് എന്റെ മുന്നിൽ വെച്ച പെണ്ണിന്റെ കൂടെ കുഴഞ്ഞാടാൻ? നീ എന്താ ഈ പറയുന്നത്? ഞാൻ കുഴഞ്ഞിട്ടുമില്ല, ആടിയിട്ടുമില്ല. പാർട്ടി കള്ളു കുടിച്ചത് മറ്റുള്ളവർ, പക്ഷെ തലയ്ക്ക് പിടിച്ചത് നിനക്കാന്നാ തോന്നുന്നത്. വാടി മോളെ, ഏതോ ഒരു പെണ്ണ് ചിരിച്ചതിന് നമ്മൾ രാത്രി എന്തിനാ പകലാക്കുന്നത്? എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഈ കണ്ണുണ്ടോ, ഈ മൂക്കുണ്ടോ, തേനീച്ച കൂട് പോലുള്ള ഈ മുഖം കണ്ടോ? ഇതൊന്നും ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. എനിക്കത് സാധിക്കില്ല. ഞാൻ അങ്ങനെ ആയിപ്പോയി. പിന്നെ ചോദിക്കട്ടെ? അതായത് ഇപ്പോ നമ്മളിങ്ങനെ പരസ്പരം സ്നേഹിച്ചും സ്വന്തമെന്ന് കരുതിയും ബഹളം വെച്ചുമൊക്കെ കഴിയുന്നത് പോലെ, അതുപോലെ അല്ലെങ്കിൽ നിന്നെപ്പോലെ തന്നെ മറ്റൊരാൾ കൂടി എൻ്റെ ജീവിതത്തിലുണ്ടെന്ന് വിചാരിക്കുക. അയ്യോ, വെറുതെ വിചാരിച്ചാൽ മതി. എന്നാലും അത് സത്യമാണെന്ന് വിചാരിക്കുക. നീ അതെങ്ങനെ എടുക്കും? എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ? വേറെ പെണ്ണോ? എന്നെ പോലെ വേറെ പെണ്ണും? നിങ്ങൾ എന്റേതാ, വിട്ടുകൊടുക്കില്ല. ഞാൻ കൊല്ലും, കൊല്ലും ഞാൻ ചുമ്മാ പറഞ്ഞ. അയ്യോ, എന്റെ നഖം കൊണ്ടല്ലോ. ഈശ്വര, എന്തിനാ എന്നെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിച്ചേ? സോറി രാമു, സോറി. വേദനിക്കുന്നുണ്ടോ? ഞാൻ എന്താ ചെയ്തത്? നഖം തട്ടിയ പഴുക്കല്ലോ ടീച്ചറാ. സോറി, സോറിടാ. ഇതുപോലെ പണി തീർന്നുകൊണ്ടിരിക്കുന്ന എത്ര കെട്ടിടത്തിന്റെ മുകളിൽ കയറി നിന്ന് നമ്മൾ കള്ളു കുടിച്ചിട്ടുണ്ടെന്ന് നിനക്ക് വല്ല ഓർമ്മയുണ്ടോ? 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അച്ഛൻ കാണാതിരിക്കാൻ പറമ്പിലെ മരക്കൊമ്പി കയറിയിരുന്ന് പട്ടയടിച്ചവനല്ലടാ നീ. അയ്യോ, എന്താ നിന്റെ മുഖത്ത് വല്ലയിടത്തും കൊണ്ടോ? ഒന്നുമില്ല, ഒന്ന് കീറിപ്പോയി, സാരമില്ല. വല്ല കമ്പിയാണെങ്കിൽ തുരുമ്പ് കാണും, സെപ്റ്റിക് ആവും, ഇഞ്ചക്ഷൻ എടുക്കണം. ഭാര്യയുടെ വിരലിന്റെ അറ്റത്ത് എവിടെടാ തുരുമ്പ്? മാരെ കഴുതേ. എന്താ നിങ്ങൾ തമ്മിൽ വല്ല അടിപിടി ഉണ്ടായോ? ഒന്നും പറയണ്ട. ഇന്നലെ പാർട്ടിയിൽ നമ്മുടെ മിസ്സിസ് ജഗദീഷ് എന്റെ ഹൃദയത്തിൽ കൈയിട്ട് വാരി എന്നും പറഞ്ഞ് അവള് കുറച്ച് മൂഡൌട്ടായി. ഞാനൊരു തമാശക്ക് എന്റെ പ്രിയുടെ ഇല്ലില്ല, വ്യക്തമായി ഒന്നും പറഞ്ഞില്ല. ഒരു പെണ്ണ് തൊട്ടതിന് ഇങ്ങനെ വേളം വെച്ചാ ശരിക്കും എന്റെ ജീവിതത്തിൽ നിന്നെപ്പോലെ ഒരാൾ കൂടി ഉണ്ടെങ്കിലോ എന്ന് ചോദിച്ചു. സംഭവം ഇതിൽ ഒതുങ്ങി കിട്ടി. എന്നെങ്കിലും ഭാരതി ഇതറിയും. ഞാനാണ് ഇതിനൊക്കെ കൂട്ടുനിന്നെന്ന് മനസ്സിലാക്കുകയും ചെയ്യും. പിന്നൊന്നും ആലോചിക്കണ്ട, നേരെ താഴോട്ടങ്ങ് ചാടിയാ മതി. അവളുടെ കയ്യിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ പരികുരിത്തിരി കുറഞ്ഞിരിക്കും. വീട്ടിലാണെങ്കിൽ ഏറി വന്നാൽ 2 പെഗ്ഗേ അവള് തരൂ. 3ാമതൊന്നും എടുത്താൽ ഗ്ലാസ് തവിട് പിടിക്കും. ഇതിപ്പോ എന്റെ 6ാമത്തെ പെഗ്ഗാ. എനിക്ക് വല്ല കുഴപ്പമുണ്ടോടാ? കുഴപ്പമൊന്നുമില്ല, എന്നാൽ ഇത്തിരി അകത്തേക്ക് കയറിയുന്നു. ഇവിടെ നല്ല കാറ്റുണ്ട്. വീഴൂലടാ, അഥവാ വീണാലും വീഴുന്നിടത്ത് തന്നെ താങ്ങാൻ എന്റെ പ്രിയ ഉണ്ടാവും. ഇത് എത്ര കാലം രഹസ്യമാക്കി വെക്കും? പരസ്യമാവുന്നത് വരെ രഹസ്യമാക്കി വെക്കും. ഒരുപാട് കാലമായി നിന്നോടൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കുന്നു. ലേശം മദ്യം അകത്തുള്ളതുകൊണ്ട് ഇപ്പൊ ധൈര്യമായിട്ട് ചോദിക്കാം. സത്യം പറഞ്ഞാൽ നിന്നെക്കാൾ സുന്ദരനല്ലേ ഞാൻ? ചെറുപ്പമല്ലേ? എടാ, എന്റെ നിറം നീ കണ്ടില്ലേ? എന്റെ മുഖത്ത് എന്തൊരു തേജസ്സാണ്. ഈ പറഞ്ഞതൊന്നും നിനക്ക് തൊട്ട് തെറിപ്പിച്ചിട്ടില്ല. അവള് നിന്നെ കാണുമ്പോ നിന്റെ ഒപ്പം ഞാനും ഉണ്ടായിരുന്നു. എന്നിട്ടും എങ്ങനെയാടാ അവള് നിന്നെ കയറി പ്രേമിച്ചത്? ഈ കാറ്റ് നീ കണ്ടില്ലേ? ഈ കാറ്റ് നമ്മളുടെ അടുത്തേക്ക് വരുന്നത് നമ്മൾ പറഞ്ഞിട്ടാണോ? അല്ല, ആവശ്യപ്പെട്ടിട്ടാണോ? അതുപോലെടാ ഞങ്ങളുടെ സ്നേഹവും ഞങ്ങളിലേക്ക് വന്നത്. കാറ്റ് പോകുന്ന പോലെ തന്നെ അത് വന്ന വഴിക്ക് അങ്ങ് പോവോ?
5-6 കൊല്ലമല്ലടാ കഴുതേ. എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ല. ഇനി സംഭവിക്കുമോ? ഈ പോക്ക് വെച്ച് നോക്കിയാൽ സംശയം. അവൾ എന്നോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. നിനക്കറിയൂ, എന്നെ ഞാനായിട്ട് കാണുന്ന ഒരേ ഒരാളാ പ്രിയ. അവളാടാ എൻ്റെ ഒരേ ഒരു ആശ്വാസം. അപ്പൊ ഭാരതിയോ? ഭാരതി എൻ്റെ ഒരു പിൻബലം മാത്രം. അവളും പാവമാണ്, ഒരു സാധു. അല്ല, സാധുവല്ല, എ ഡെലിക്കേറ്റ് എക്സെൻട്രിക് എന്ന് വെച്ച് അവളെ ചതിക്കുകയാണെന്ന് കരുതരുത്. സത്യം പറഞ്ഞാൽ ഭാരതി മോളുമാണ് എൻ്റെ എല്ലാം. ചില ദിവസം ഞാനൊരു തീരുമാനം എടുക്കും. ഇന്ന് മുഴുവൻ ഭാരതിയിലൊത്ത് കഴിയണം, അവളോട് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യണം എന്നെല്ലാം കരുതി തുടങ്ങും. പക്ഷേ അരമണിക്കൂറിനുള്ളിൽ എല്ലാം പറഞ്ഞു തരും. പിന്നെ ഒരു മാറ്ററുമില്ല, ഒന്നും ചെയ്യാനില്ല, ഒന്നും പറയാനുമില്ല. സംസാരം നിർത്തി പാട്ട് വല്ലതും കേൾക്കാമെന്ന് വെച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കാസറ്റ് ഇടും. പകുതിയാകുന്നതിന് മുമ്പേ അതെടുത്ത് മാറ്റി ഭാരതി വേറെ കാസറ്റ് ഇടും, അവൾക്ക് ഇഷ്ടപ്പെട്ടത്. എനിക്കത് പിടിക്കില്ല, ഞാനതെടുത്ത് മാറ്റും. പിന്നെ കുറച്ചു നേരം മുഖത്തോട് മുഖം നോക്കിയിരിക്കും. പിന്നെ ഒരു തരം ശ്വാസം മുട്ടല. എന്നാൽ പ്രിയ സംസാരിച്ചുകൊണ്ടിരുന്ന മണിക്കൂറുകളോളം, ദിവസങ്ങളോളം സമയം പോകുന്ന അറിയില്ല. ഞാൻ മനസ്സിൽ കാണുന്നത് അവൾ പറഞ്ഞിരിക്കും, അവൾ വിചാരിക്കുന്നത് ഞാൻ ചെയ്തിരിക്കും. ആക്ഷേപമില്ല, അഭിപ്രായ വ്യത്യാസമില്ല. ഒരു വല്ലാത്ത ഹാർമണി, ഒരു തരം സോൾമേറ്റ്സ്. നീ പറയടാ, പ്രിയ എനിക്കൊരു അനാവശ്യമാണോ? ഭാരതിയെ ഞാൻ ചതിക്കുകയാണോ? ഉറപ്പിച്ച് പറയാൻ വിഷമമുണ്ട്. ഞാൻ ഈ നാട്ടുകാരനല്ല. അങ്ങനെ പറ, നിനക്ക് ബുദ്ധിയുണ്ട്. ആ, എൻ്റെ ശ്രീകുട്ടൻ്റെ നക്ഷത്ര പിറന്നാൾ വരാൻ പോവുക. നീ വാ, ഗിരിജയും വിളിക്കും. പ്രിയയ്ക്ക് അവളെ വളരെ ഇഷ്ടമാണ്. അല്ല, ഈ കുട്ടികളെ മുഴുവൻ നീ വാടകയ്ക്ക് എടുത്താണോ? ആരുടെ അച്ഛനമ്മയൊന്നും കാണുന്നില്ല. കുട്ടികളെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ക്ലാസ്സിലുള്ളവരെ മുഴുവൻ വിളിക്കണമെന്ന് ശ്രീകുട്ടൻ വാശി പിടിച്ചു. വലിയ ആൾക്കാരൊന്നും വേണ്ടാന്ന് ചന്ദ്രേട്ടനും പറഞ്ഞു. അതുകൊണ്ടാവും ഞങ്ങളെ വിളിച്ചത്. കുട്ടികളില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോഴും കുട്ടികളെയാണെന്ന് അവന് തോന്നിക്കാണും. മതിയോ? ഇതുപോലെ എല്ലാവരെയും വിളിച്ച് ഒരു സദ്യയും കൊടുത്ത് നീ എന്താ അനുവിന്റെ പിറന്നാൾ ആഘോഷിക്കാത്തത്? ആഘോഷിക്കുന്നുണ്ടല്ലോ. ഇതുവരെയുള്ള എല്ലാ പിറന്നാളും ഓരോരോ 5 സ്റ്റാർ ഹോട്ടലിൽ ഭാരതി പറഞ്ഞതുപോലെ ആഘോഷിച്ചിട്ടുണ്ട്. ടൈയും കെട്ടി ശ്വാസം മുട്ടി നീ ഇവിടെ വന്നിട്ടില്ലടാ. ഇതുപോലൊരു സദ്യ നടത്താമെന്ന് ഞാൻ വിചാരിച്ച ഭാരതി അത് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. പിന്നെന്തിനാ ചോദിച്ചേ? ഈ കളിയും ചിരിയും സദ്യയെല്ലാം ഇനി അധികകാലം ഉണ്ടാവുമോ? ഇവിടുത്തെ സൈറ്റിലെ പണി കഴിയുന്നതോടെ നീ പിന്നെ എന്ത് പറഞ്ഞ ഇങ്ങോട്ട് വരുന്നത്? അവൻ ചോദിച്ചത് നേരെ. ഈ സൈറ്റിലെ പണിയും കഴിയാറായി. ഇനി ഏറിയാൽ ഒരു 6 മാസം. ഈ പണിയും കഴിയുന്നതോടെ ഞാൻ ഇങ്ങോട്ട് വരാൻ എന്തെങ്കിലും പുതിയ കാരണം കണ്ടുപിടിക്കണം. എനിക്കിവിടെ ഒരു ഭാര്യയും കുഞ്ഞും ഉണ്ടെന്ന് ഭാര്യയോട് പറഞ്ഞാലോ?